നിഖിലേട്ടന്റെ എസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ആദ്യത്തെ പാട്ട് നമ്മൾ ചെയ്ത്, രണ്ടാമത്തെ പാട്ടിലെണ്ണം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കിറ്റിന്റെ കാര്യമാണ്, ജേഴ്സിയുടെ കാര്യവും സ്പോൺസറിന്റെ കാര്യമാണ്. കിറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ തെറിവിളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഞങ്ങളുടെ പാർട്ട്നേഴ്സ് അറിയോ സാധിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഉയർന്ന ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ആരും വാങ്ങിക്കുന്നില്ലായിരുന്നു. അങ്ങനെയല്ല, ഡയറക്റ്റ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അതിൻ്റെ പ്രൈസ് പോയിന്റ് ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ആരാധകർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇത്തവണ നമ്മൾ റിയോർ സ്പോർട്സുമായിട്ട് ചേർന്നിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സാധനം ഇറക്കിയിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ ജേഴ്സിക്കും കിറ്റിനും ഒക്കെ വില കുറവായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ പിന്നിലെ കാരണം ആരാധകർ കൈവിടും എന്നുള്ള ഭയം കൊണ്ടാണോ, അല്ലെങ്കിൽ തരാൻ പോകുന്ന ജേഴ്സിയുടെ അല്ലെങ്കിൽ ഇവർ ഒഫീഷ്യൽ മർച്ചൻഡൈസ് ആയിട്ട് വിൽക്കുന്ന സാധനത്തിന് ക്വാളിറ്റി കുറവായിരിക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഘടകം തന്നെയാണ്. റിപ്പീറ്റ്, ഞാനിപ്പം വിരോധി പറയുവാണ്, ഹേറ്റ് പറയുവാണ് എന്നൊക്കെ തോന്നിയാൽ പോലും വില കുറച്ച് വിൽക്കാനുള്ള കാരണം ഒന്നെങ്കിൽ ആരാധകർ വിട്ടുപോകും എന്നുള്ള പേടി, രണ്ട് അത് മാത്രമല്ല ഈ ജേഴ്സിയുടെ ക്വാളിറ്റി കുറയും. ക്വാളിറ്റി കുറയുമ്പോൾ എന്തായാലും വിലയും കുറയും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ എത്ര കൊടുത്താലും ആളുകൾ വാങ്ങിക്കും, അതവിടെ നിൽക്കട്ടെ. പിന്നെ ആരാധകർക്ക് മർച്ചൻഡൈസ് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും സാധനം. ഞങ്ങൾ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്, എന്നിട്ട് അതിൻ്റെ ഡയലോഗ് കൂടെ ആരാധകർക്ക് മർച്ചൻഡൈസ് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വില കുറയ്ക്കാൻ നിൽക്കുന്നതെന്ന്. ആക്ച്വലി നിങ്ങൾ വില കുറച്ചില്ലെങ്കിലും ആരാധകരായിട്ടുള്ളവർക്ക് 100-150 രൂപയ്ക്ക് സിദ്ധാർത്ഥ് ബ്രോയെ പോലുള്ളവർ പുറത്തിട്ട് സാധനം വിൽക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് 100-150 രൂപയ്ക്ക് ജേഴ്സി വിൽക്കുന്ന ആളുകൾ, സബ്ലിമേഷൻ കോപ്പി വിൽക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും അതൊക്കെയാണ് വാങ്ങിക്കുന്നത്. അവരുടെ കച്ചവടം കൂടി നിങ്ങൾക്ക് പിടിക്കണം എന്ന് പറയും നിങ്ങൾ വില കുറയ്ക്കുന്നതായിരിക്കും. അല്ലാതെ ആരാധകർക്ക് മർച്ചൻഡൈസ് വാങ്ങിക്കാൻ വേണ്ടി പ്രൈസ് പോയിന്റ് താക്കാൻ നിൽക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാവുന്നതാണ്. ഇനിയിപ്പം ചില ആളുകൾ വന്ന് വിരോധം പരത്തുന്നു, മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തോന്നുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്പോൺസേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ ബ്രാൻഡുകളുമായിട്ടെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനം തീരുമാനം എത്തും. സംഗതി ഈസ് വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് റവന്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ആളെ നോക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പൈസ ആര് തരുന്നോ അവർക്കൊപ്പം പോകാനാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോ കിറ്റിനെ സംബന്ധിച്ചും ജേഴ്സി പാർട്ണറെ കുറിച്ചും ജേഴ്സി അതായത് കിറ്റിനെ കുറിച്ചും പിന്നെ സ്പോൺസറെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇതോടുകൂടി മറുപടി ആയെന്ന് വിശ്വസിക്കുന്നു. ഇടയിൽ ഞാൻ നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പണ്ടൊക്കെ ഞാൻ പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നില്ല, എത്ര കാലമായിട്ട് ഇതിനെക്കുറിച്ച് പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇതിനകത്ത് നടക്കുന്ന സാധനങ്ങളെക്കുറിച്ച് അങ്ങോട്ട് ഇടയിൽ നമുക്ക് ബോധം വെക്കുമ്പോൾ നമ്മൾ അടിമത്തത്തിൽ നിന്നും കുറച്ച് മോചനമൊക്കെ വരും. സോ അടിമച്ചിന്താഗതി മാറണം. ഇതിനകത്ത് നടത്തുന്ന എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പറയണ്ടേ. അല്ലാതെ അവരുടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അവരുടെ കൂടെ ചേർന്ന് നിന്ന് എല്ലാ നെറുകേടുകൾക്കും സപ്പോർട്ട് ചെയ്ത് സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് പോകാനാണെങ്കിൽ അത് എല്ലാവർക്കും പറ്റുന്നതൊക്കെ തന്നെയാണ്. ബട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു ഓപ്പൺ ആയിട്ട്, അത്രേ ഉള്ളൂ.